എന്നാൽ ദുഃഖകരമെന്ന് പറയട്ടെ, 1953 ആയപ്പോൾ ഇന്ത്യ പെന്തക്കോസ്ത് സഭയിൽ പ്രശ്നമുണ്ടായി. അതാണ് ആദ്യത്തെ പിളർപ്പ് എന്ന് പറയുന്നത്. പെന്തക്കോസ്ത് ദൈവസഭ ഇന്ത്യയിലെ മലയാളി പെന്തക്കോസ്ത് സമൂഹത്തിന് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് പ്രഭാഷകരെ സംഭാവന ചെയ്തെന്നുള്ളതാണ്. നേതാക്കന്മാർ പലരും തോറ്റുപോയിട്ടുള്ളത്, വലിയ നമ്മളുടെ ജനപ്രിയരായ നേതാക്കന്മാർ പരാജയപ്പെട്ടിട്ടുള്ളത്, അങ്ങനെ അവരെ തോൽപ്പിക്കാൻ പറ്റും തരത്തിലേക്കുള്ള ഒരു ഇന്റേണൽ ഡെമോക്രസിയുടെ സൗന്ദര്യമുണ്ട്. ഇന്ത്യയിലെ കേരളത്തിലെ ക്രൈസ്തവ സഭയ്ക്ക്, പ്രത്യേകിച്ച് പെന്തക്കോസ്ത് മുന്നേറ്റത്തിന് പ്രൗഢമായ ചരിത്രമാണുള്ളത്. യൂറോപ്പിൽ സുവിശേഷം എത്തുന്നതിന് മുമ്പ് ഇന്ത്യയിൽ സുവിശേഷം എത്തിയെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇന്ത്യയിൽ സുവിശേഷം എത്തുന്നതിന് അനുകൂലമായ സാമൂഹിക, രാഷ്ട്രീയ, വാണിജ്യപരമായ ഒട്ടനവധി കാരണങ്ങളുണ്ട്. നമുക്കറിയാം, കേരളത്തിന് പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള തുറമുഖ ബന്ധങ്ങൾ, വാണിജ്യ ബന്ധങ്ങൾ, നാട്ടിലെത്തിയ സഞ്ചാരികൾ, വിദേശികൾ ഏതു വിധേനയും ഇവിടെ സുവിശേഷം എത്തിക്കുന്നതിന് അനുകൂലമായ വ്യാപാര ബന്ധങ്ങളും സാമൂഹ്യ സാഹചര്യങ്ങളും ഒക്കെ നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ, സുവിശേഷം ഇന്നേക്ക് 1000-ൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എത്തി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പ്രൗഢമായ, സമ്പന്നമായ ക്രൈസ്തവ സഭയുടെ പൗരാണികമായ ചരിത്രമുള്ള ഒരു സ്ഥലമാണ് പ്രത്യേകിച്ച് കേരളം. പ്രൊട്ടസ്റ്റന്റ് സഭാചരിത്രവുമായി ബന്ധപ്പെട്ട്, അതിൽ നിന്ന് മാറി പെന്തക്കോസ്ത് മുന്നേറ്റവുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ ചരിത്രം മറ്റൊന്നാണ്. നമുക്കറിയാം, സഭയുടെ ചരിത്രം നാം പഠിക്കുമ്പോൾ 3 ഘട്ടങ്ങളിലായിട്ടാണ് നമ്മൾ സഭാചരിത്രം പഠിക്കുന്നത്. ഒന്ന്, പൗരാണികമായ അതിൻ്റെ ചരിത്രം. 2, മധ്യകാലഘട്ടത്തിലെ ചരിത്രം. 3, മോഡേൺ പീരീഡ്, ആധുനിക കാലഘട്ടം. അങ്ങനെ ഏൻഷ്യന്റ് ഹിസ്റ്ററി, മോഡേൺ ഹിസ്റ്ററി, മിഡീവൽ ഹിസ്റ്ററി, ഇങ്ങനെ 3 ഘട്ടങ്ങളിലായിട്ടാണ് നമ്മൾ സഭാചരിത്രം പഠിപ്പിക്കാറുള്ളത്. സഭാചരിത്രത്തിന്റെ ആധുനിക കാലഘട്ടം, പെന്തക്കോസ്ത് മുന്നേറ്റത്തിന്റെ ആധുനിക കാലഘട്ട ചരിത്രം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ കേരളത്തിലെ പെന്തക്കോസ്ത് മുന്നേറ്റവുമായി ബന്ധപ്പെട്ട്, സഭാ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് വലിയ പുരാതനമായ ചരിത്രമാണ് പറയാനുള്ളത്. ഉണർവുകളുടെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ അസൂസ സ്റ്റേറ്റിലും വെയിൽസിലും ടൊപ്പോക്കയിലും കാലിഫോർണിയയിലും ക്ലീലാൻഡിലുമൊക്കെ ഉണർവ് നടന്ന ചരിത്രം നാം പഠിക്കുന്നുണ്ട്. എന്നാൽ ആഗ്നസ് ഓസ്മാൻ ആധുനിക പെന്തക്കോസ്ത് ചരിത്രത്തിൽ ആദ്യമായി സ്പീക്ക് ഇൻ ടങ്സ്, ഗ്ലോസാലാലിയ, അന്യഭാഷ പറയുന്നതിന് മുമ്പ് തന്നെ 1860 തിരുനെൽവേലിയിൽ ജോൺ അർളപ്പന്റെ ഉണർവുമായി ബന്ധപ്പെട്ട് അന്യഭാഷ സംസാരിച്ചിരുന്നു എന്ന് ചരിത്രമുണ്ട്. വടക്കേന്ത്യയിൽ അതുപോലെ തന്നെ 1858 തന്നെ ഉണർവ് നടന്നതിന്റെ ചരിത്രം വിശദീകരിക്കുന്നുണ്ട്. അലക്സാണ്ടർ ഡഫിന്റെ ഒക്കെ നേതൃത്വത്തിൽ വടക്കേന്ത്യയിൽ ഉണർവ് നടന്നതിന്റെ ചരിത്രമുണ്ട്. സിയാൽകോട്ടില്, പഞ്ചാബില്, രാജസ്ഥാനില്, തെലങ്കാനയില്, ഗുജറാത്തില് ഒക്കെ ഉണർവുകളുടെ ചരിത്രം നന്നായി വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1895 തമിഴ് ഡേവിഡിന്റെയും വേർഡ്സ്വർത്തിന്റെയൊക്കെ നേതൃത്വത്തിൽ ഉണർവ് നടന്നതിനെക്കുറിച്ചും അതിൻ്റെ അലയോലികൾ കേരളത്തിൽ ഉണ്ടായതിനെക്കുറിച്ചൊക്കെ ചരിത്രമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ആധുനിക പെന്തക്കോസ്തിന്റെ ചരിത്രത്തിൽ ആഗ്നസ് ഓസ്മാൻ അന്യഭാഷ പറയുന്നതിന് മുമ്പ് തന്നെ കേരളത്തിൽ അത് പ്രാക്ടീസ് ചെയ്തിരുന്നു എന്ന് പറയുന്നതിന് വേണ്ടിയാണ്.
ആ രീതിയിൽ വളരെ പ്രൗഢമായ ഒരു പെന്തക്കോസ്ത് സഭാ ചരിത്രം, ഉണർവിന്റെ ചരിത്രം കേരളത്തിന് അവകാശപ്പെടാറുണ്ട്. നമുക്കറിയാം, കേരളത്തിൽ വന്ന ആംഗ്ലിക്കൻ മിഷണറിമാരുടെ പ്രവർത്തന കാലഘട്ടം മുതൽ നാം ഈ നവോത്ഥാനത്തെ, ഉണർവിന്റെ ചരിത്രത്തെ മുന്നോട്ട് വിശദീകരിക്കേണ്ടതായിട്ടുണ്ട്. 1806 തിരുനെൽവേലി മുതൽ ഏനാത്ത് പാലം വരെ ലണ്ടൻ മിഷണറിമാരും, 1816 ഏനാത്ത് പാലം മുതൽ ഭാരതപ്പുഴ വരെ CMS മിഷണറിമാരും, 1836 ഭാരതപ്പുഴ മുതൽ മംഗലാപുരം വരെ ബാസൻ മിഷണറിമാർ, BMS മിഷണറിമാരും ഈ നാട്ടിൽ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പിന്നീട് നമുക്കറിയാം, ബാപ്റ്റിസ്റ്റ് മിഷണറിമാരുടെ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു. 1896 തന്നെ ബാപ്റ്റിസ്റ്റ് മിഷണറിമാരുടെ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു. ബ്രദർ മിഷണറിമാർ, സൈമൺ സാറിന്റെ വിയോജിത പ്രസ്ഥാനം, അങ്ങനെ വ്യാപകമായ പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഒരു മോശപ്പെട്ട സാമൂഹ്യ വ്യവസ്ഥ നിലനിന്നിരുന്ന ഒരു നാട്ടിലാണ് ബൈബിളിന്റെ മലയാള പരിഭാഷ നാടിനെ ആധുനികതയിലേക്കും നവോത്ഥാനത്തിലേക്കും നയിക്കുന്നതിൽ സക്രിയമായ ഇടപെടൽ നടത്തിയത്, വലിയ പങ്ക് വഹിച്ചത്. 100 വർഷം മുമ്പ് നമ്മുടെ നാട് ഇങ്ങനെയല്ലായിരുന്നു. ജാതിയുടെയും ഉപജാതിയുടെയും പേരിൽ വിഭജിക്കപ്പെടുകയും ആരോഹണക്രമത്തിൽ ആദരിക്കപ്പെടുകയും അവരോഹണക്രമത്തിൽ അനാദരിക്കപ്പെടുകയും ചെയ്യുന്ന ജാതി വ്യവസ്ഥ നിലനിന്നിരുന്നൊരു കാലഘട്ടം. 19ാം നൂറ്റാണ്ടിലെ കേരളത്തിൽ P. ഭാസ്കരൻ ഇത് വിശദീകരിക്കുന്നുണ്ട്. PK ബാലകൃഷ്ണന്റെ ജാതി വ്യവസ്ഥയും കേരളവും എന്നുള്ള പുസ്തകം, അതുപോലെ തന്നെ ഡോക്ടർ സുഗന്ധന്റെ ബുദ്ധമതവും ജാതി വ്യവസ്ഥ എന്ന് പറഞ്ഞ പുസ്തകം, ഡോക്ടർ സുശീലയുടെ പ്രാചീന കേരളവും ജാതി വ്യവസ്ഥയും, അതുപോലെ തന്നെ അനവധിയായ പുസ്തകങ്ങളിൽ വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ വഴി നടക്കാനും വസ്ത്രം ധരിക്കാനും എല്ലാ തരത്തിലുള്ള മൗലികാവകാശങ്ങളും നിഷേധിക്കപ്പെട്ട ഒരു സാമൂഹിക വ്യവസ്ഥ നിലനിന്നിരുന്നൊരു നാട്ടിലേക്കാണ് ബൈബിൾ എത്തുന്നത്, മിഷണറിമാരെത്തുന്നത്. അതിൽ കൃത്യമായ ഇടപെടൽ നടത്തിയ മിഷണറിമാരാണ് ആംഗ്ലിക്കൻ മിഷണറിമാരെന്ന് പറയുന്നത്. പള്ളിക്കൂടങ്ങളിൽ പോലും കയറാൻ അനുവാദമില്ലാത്തൊരു കാലഘട്ടത്തിലാണ് വേദമാണിക്യവും ചാൾസ് മീഡ്, വില്യം തോബിയാസ് ഒക്കെ തിരുനെൽവേലിയിലും തിരുവനന്തപുരത്തും പള്ളിക്കൂടങ്ങൾ സ്ഥാപിക്കുന്നു. തോമസ് നോട്ടൻ ആലപ്പുഴയിൽ പള്ളിക്കൂടം സ്ഥാപിക്കുന്നത്, ഇവിടെ തുകലശ്ശേരിയിൽ പള്ളിക്കൂടം സ്ഥാപിക്കുന്നത്, അതുപോലെ തന്നെ മല്ലപ്പള്ളിയിലെ പള്ളിക്കൂടം, ബേക്കർ സാഹിബിന്റെ ഭാര്യ കോട്ടയത്തെ പള്ളിക്കൂടം, ഇങ്ങനെ പള്ളിക്കൂടങ്ങൾ സ്ഥാപിക്കുക. ആരോഗ്യ മേഖലകളിൽ മെഡിക്കൽ മിഷണറിമാർ പ്രവർത്തിക്കുന്നു. ആ രീതിയിൽ രൂപപ്പെട്ടു വന്ന ഒരു ഒരുക്കപ്പെട്ട ഒരു സാമൂഹ്യ സാഹചര്യം കേരളത്തിൽ ഉണ്ടായിരുന്നു. പെന്തക്കോസ്ത് മുന്നേറ്റം, പെന്തക്കോസ്ത് ആശയങ്ങൾ ഈ നാട്ടിലേക്ക് വരുന്നതിന് സഹായകരമായ, അനുയോജ്യമായ ഒരു രൂപപ്പെടൽ, ഒരു ഇളകിമറിയൽ കേരളത്തിന്റെ സാമൂഹ്യ ശരീരത്തിൽ നടന്നു കഴിഞ്ഞിരുന്നു എന്ന് പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ വിശദീകരിച്ചത്. അങ്ങനെ ആംഗ്ലിക്കൻ മിഷണറിമാർ വചനധ്യാനത്തിലൂടെയും വചനപഠനത്തിലൂടെയും രൂപപ്പെടുത്തിയ കൃത്യമായ ഒരു ഉണർവ് നമുക്കറിയാം. കോഴഞ്ചേരിയിൽ കുമ്മനാട്ടച്ഛന്റെ വിശ്വാസ സ്നാനം, അതുപോലെ തന്നെ വലിയ ഉണർവ് സാമുദായിക സഭകളിൽ ഉണ്ടാകുന്നു. അങ്ങനെയാണ് കൃത്യമായിട്ട് മാരാമൺ, കോഴഞ്ചേരി പ്രദേശങ്ങളിൽ ഉണർവുണ്ടാകുന്നത്. തസ്കയുടെ പരിഷ്കരണം, മുത്തപ്പന്റെ വിഗ്രഹത്തെ ബഹിഷ്കരിക്കുന്നത്, അതുപോലെ തന്നെ പാലക്കുന്നൽ എബ്രഹാം അൽപ്പാന്റെ നേതൃത്വത്തിൽ നടക്കുന്ന നവീകരണങ്ങൾ, സമാന്തരമായി സാമുദായിക പരിഷ്കരണത്തിന്റെ ഭാഗമായി പിന്നീട് മിഷണറി മൂവ്മെന്റിന്റെ തുടർച്ചയുടെ ഭാഗമായി നടക്കുന്ന സാമുദായികമായ പരിഷ്കരണങ്ങൾ, അതിന്റെ ശ്രമങ്ങൾ ഒക്കെ നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ നാടിനെ ആധുനികവൽക്കരിക്കുന്നതിൽ, അതിനെ സാമൂഹ്യമായി പരിഷ്കരിക്കുന്നതിൽ കൃത്യമായ പങ്ക് ബൈബിളിനും ബൈബിളിന്റെ മലയാള പരിഭാഷയ്ക്കും പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാരുടെ ഇടപെടലിനും കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ വളരെ പാകപ്പെട്ട നവോത്ഥാനത്തിന് വേണ്ടി, സാംസ്കാരിക നവോത്ഥാനത്തിന് വേണ്ടി, ആധ്യാത്മികമായ നവീകരണത്തിന് വേണ്ടി, സാമൂഹ്യ വിപ്ലവത്തിന് വേണ്ടി പാകപ്പെട്ട ഒരു മണ്ണായിരുന്നു കേരളത്തിന്റെ മണ്ണെന്ന് പറയുന്നത്. ആ നവോത്ഥാനത്തിന് തുടക്കം കുറിച്ചത് മിഷണറിമാരാണ്. ആ നവോത്ഥാനത്തിന്റെ രണ്ടാം ഘട്ടമാണ് വൈകുണ്ഠസ്വാമികളും അതുപോലെ തൈക്കാട് അയ്യാസ്വാമികളും ശ്രീനാരായണ ഗുരു അയ്യങ്കാളിയും പണ്ഡിറ്റ് കറുപ്പനും കുറുമ്പൻ ദൈവത്താനും അതുപോലെ തന്നെ സഹോദരനയ്യപ്പനും പൊയ്യേലപ്പച്ചനും അതുപോലെ തന്നെ കുമാരനാശാനും ഡോക്ടർ പൽപ്പുവും വേലിക്കുട്ടി അരയനും വാഗ്ഫടാനന്ദനും ഇങ്ങനെ അനവധി ആളുകൾ അത് ഏറ്റെടുത്തത്. അതിന്റെ മൂന്നാം ഘട്ടമാണ് ജനാധിപത്യ പ്രസ്ഥാനങ്ങളും കർഷക പ്രസ്ഥാനങ്ങളും
വിപ്ലവ പ്രസ്ഥാനങ്ങളും ഏറ്റെടുത്തത്. പിന്നെ നവോത്ഥാനത്തിന് തുടർച്ച ഉണ്ടായില്ല എന്നുള്ളത് ചരിത്രപരമായ വിശകലനം ചെയ്യേണ്ടതും നാം സ്വയം വിമർശനപരമായി പരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. പക്ഷേ ആ നവോത്ഥാനത്തിന് ആധുനികതയ്ക്ക് തുടക്കം കുറിച്ചത് ലണ്ടൻ മിഷണറിമാരുടെയും സീമസ് മിഷണറിമാരുടെയും ബാസൽ മിഷണറിമാരുടെയും പ്രവർത്തനങ്ങൾ മുഖേനയാണ്. അങ്ങനെ രൂപപ്പെട്ട ഇളകി മറിഞ്ഞ ഒരു മണ്ണായിരുന്നു കേരളത്തിന്റെ മണ്ണ്. അവിടേക്കാണ് പെന്തക്കോസ്ത് ആശയം കടന്നു വരുന്നത് എന്ന് പറയുന്നതിന് വേണ്ടിയാണ് അത്രയും ചരിത്രം ഞാൻ ഓർമ്മപ്പെടുത്തിയത്. അതിന്റെ ഭാഗമായി ഒട്ടനവധി മിഷൻ പ്രവർത്തനങ്ങൾ, അടൂർ മിഷൻ, കരപ്പുറം മിഷൻ, കൊയ്ത്ത് മിഷൻ, നേമ മിഷൻ, ഫാദർ കെയറോയുടെ നേതൃത്വത്തിലുള്ള കണ്ണൂരിലെ പുലയ മിഷൻ, അങ്ങനെ വിവിധങ്ങളായ മിഷൻ പ്രവർത്തനങ്ങൾ. അടൂർ മിഷൻ അടൂരും പരിസര പ്രദേശങ്ങളിലും വ്യാപകമായ പ്രവർത്തനങ്ങളാണ്. പറക്കോട് ജംഗ്ഷനിൽ അടൂർ മിഷന്റെ ഭാഗമായി ആംഗ്ലിക്കൻ മിഷണറി നയനാനച്ച് നടത്തിയ പരസ്യയോഗം, ആ പൊതുയോഗം കേട്ട് സുവിശേഷം കേട്ട ആളായിരുന്നു പരുത്തുംപാറ ഉമ്മച്ചൻ പറയും. ബർഗ് സാഹിബ് തുവയൂര് വരുമ്പോൾ കൂട്ടായ്മ തന്നെയുണ്ട്. അതുപോലെ കേരളത്തിലുടനീളം പല സ്ഥലങ്ങളിൽ വിവിധങ്ങളായ പ്രാർത്ഥനാ കൂട്ടായ്മകൾ, ഉണർവ് സംഘങ്ങൾ തന്നെ ഉണ്ടായിരുന്നു. ആ രീതി കേരളത്തിൽ ഉണർവ് തന്നെ നടന്നിരുന്നു. കേരളത്തിൽ വിവിധ ഇടങ്ങളിൽ അതിനെ കൂടുതലായി പ്രചോദനമായി തീർന്നത് ബൈബിളിന്റെ മലയാള പരിഭാഷയും ആംഗ്ലിക്കൻ മിഷണറിമാരുടെ വചനധ്യാനവും വചനപഠനവും ഒക്കെയാണ്. അത് സാമുദായിക സഭകളിൽ പോലും വലിയ ഇളകിമറിയൽ ഉണ്ടാക്കി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷമാണ് ഇവിടെ പെന്തക്കോസ്ത് ആശയവുമായി വരുന്നത്. ബർഗ് സാഹിബ് തർക്കണമംഗൽ നടന്ന ബ്രദറൻ കൺവെൻഷനിൽ പ്രസംഗിക്കാൻ വരുന്നു 1909. അദ്ദേഹം ആ പ്രസംഗത്തിൽ ഗ്ലോസോലാരിയ സ്പീക്കിംഗ് ടങ്സ്, അന്യഭാഷയെക്കുറിച്ച് പറഞ്ഞത് സംഘാടകർക്ക് അതൃപ്തി ഉണ്ടാക്കി. പിന്നീട് അദ്ദേഹം പലയിടങ്ങളിൽ സഞ്ചരിക്കുന്നു, തുവീരെത്തുന്നു. അദ്ദേഹം മടങ്ങിപ്പോയിട്ട് പിന്നീട് വരുമ്പോഴാണ് കുക്ക് സാഹിബുമായി അദ്ദേഹം മടങ്ങി വരുന്നത്. അതിനോടകം തന്നെ അമേരിക്കയിൽ ആകമാനം ഉണ്ടായ ഉണർവിന്റെ ഭാഗമായി ലോകത്തെമ്പാട് മിഷണറിമാരെ അയക്കാൻ അമേരിക്ക തയ്യാറായി. അമേരിക്കയിലെ മിഷൻ പ്രവർത്തനങ്ങൾ തയ്യാറായി. ലോസ് ആഞ്ചൽസിൽ നടന്ന വലിയ വേൾഡ് ക്യാമ്പ് തന്നെ ഉണ്ടായിരുന്നു, വലിയ സമ്മേളനം തന്നെ ഉണ്ടായിരുന്നു, ഉണർവ് സമ്മേളനങ്ങൾ. അതിൽ പങ്കെടുത്ത ആളുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും പെന്തക്കോസ്ത് ആശയം പ്രചരിപ്പിക്കാൻ, പ്രത്യേകിച്ച് പരിശുദ്ധാത്മ വിജ്ഞാനിയുമായി ബന്ധപ്പെട്ട് അവർക്ക് ലഭ്യമായ ഉണർവിന്റെ സന്ദേശത്തെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ലോകത്തെമ്പാടും ആളുകൾ പോയി. അതിന്റെ ഭാഗമായിട്ടാണ് ബർഗ് സാഹിബിനോടൊപ്പം RF കുക്ക് 1913 എത്തുന്നത്. അങ്ങനെ 1912 മുതൽ 20 വരെ നമ്മൾ ചരിത്രം പഠിച്ചാൽ ഒരു സംഘടന തന്നെ ഇല്ലായിരുന്നു, ഒരു മൂവ്മെന്റ് ആയിരുന്നു, മുന്നേറ്റമായിരുന്നു. ഒരു പേരിൽ ഒരു സംഘടന ഇല്ലായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ 1920കളിൽ മേരി ചാപ്മാൻ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ മിഷണറിയായി ഇവിടെ എത്തുന്നു. അങ്ങനെ പ്രവർത്തനങ്ങൾ ശക്തമാകുന്നു. 1929 വിവിധ പേരുകളിലാണ് പെന്തക്കോസ്ത് മുന്നേറ്റങ്ങൾ അറിയപ്പെട്ടത്. പെന്തക്കോസ്ത് ദൈവസഭ എന്ന പേരിൽ, അതുപോലെ തന്നെ പൂർണ്ണ സുവിശേഷ സഭ എന്ന പേരിൽ, അങ്ങനെ വിവിധ പേരുകളിലൊക്കെ 1929 വരെയൊക്കെ അറിയപ്പെട്ടെങ്കിലും പിന്നെ അതുപോലെ ഇത് അസംബ്ലീസ് ഓഫ് ഗോഡ് ഇൻ മലബാർ എന്ന ടൈറ്റിൽ ഇങ്ങനെ വിവിധങ്ങളായ പേരുകൾ അറിയപ്പെട്ടെങ്കിലും ഇതൊക്കെ തമ്മിൽ ഈ പൂർണ്ണ സുവിശേഷ ദൈവസഭയും പെന്തക്കോസ്ത് ദൈവസഭയും ഇത് അസംബ്ലീസ് ഓഫ് ഗോഡ് ഇൻ മലബാർ, ഈ സഭകളൊക്കെ തമ്മിൽ വളരെ ആത്മാർത്ഥമായ അഭേദ്യമായ സഹോദര സ്നേഹവും ബന്ധവും പുലർത്തിയിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നീട് 1929 കുക്ക് സാഹിബ് അസംബ്ലീസ് ഓഫ് ഗോഡുമായിട്ടുള്ള ബന്ധം വിടുകയുണ്ടായി. അതിന്റെ കാരണങ്ങൾ ഞാൻ വിശദീകരിക്കുന്നില്ല. പിന്നീട് പ്രധാനമായി 2 സഭയാണ്. ഒന്ന് അസംബ്ലീസ് ഓഫ് ഗോഡ് സഭ, അമേരിക്കൻ മിഷന്റെ കീഴിലുള്ള AG ചർച്ച്. മറ്റൊന്ന് കുക്ക് സാഹിബിന്റെ മലങ്കര പെന്തക്കോസ്ത് സഭ എന്ന് പറയുന്നു. ആ AG സഭയും കുക്ക് സാഹിബിന്റെ സഭയുമുണ്ട്. അങ്ങനെ കുക്ക് സാഹിബിനോട് ചേർന്ന് പ്രവർത്തിച്ച ആളാണ് യശശരീരനായ പാസ്റ്റർ K. E. അബ്രഹാം. അദ്ദേഹം 1930 സിയോങ്കിൽ നിന്ന് കുക്ക് സാഹിബുമായി വിട പറഞ്ഞ് 1930 അദ്ദേഹം തെന്നിന്ത്യ പെന്തിക്കോസ്ത് ദൈവസഭ എന്ന് പറയുന്ന സഭ രൂപീകരിക്കുന്നത്. ഇങ്ങനെയാണ് ആ പെന്തക്കോസ്ത് ചരിത്രം സഞ്ചരിക്കുന്നത്. പ്രധാനമായും അത് വലിയൊരു മുന്നേറ്റം തന്നെയാണ്. നമുക്കറിയാം 1913 മുതൽ 29 വരെയുള്ള കാലഘട്ടം ഗ്രാസ് റൂട്ട് ലെവലിൽ
താഴെത്തട്ടിൽ വലിയ തരത്തിലുള്ള പ്രവർത്തനങ്ങളായിരുന്നു RF കുക്കിന്റെ പേരിൽ. അദ്ദേഹം സഭ രജിസ്റ്റർ ചെയ്തിരുന്നില്ല, തന്നോടൊപ്പം ഉണ്ടായിരുന്നവർക്ക് ഓർഡിനേഷൻ കൊടുത്തിരുന്നില്ല. വലിയ തരത്തിലുള്ള മൂവ്മെന്റ് മധ്യ തിരുവിതാംകൂറിൽ, തെക്കൻ തിരുവിതാംകൂറിൽ, പ്രത്യേകിച്ച് കൊട്ടാരക്കര പരിസര പ്രദേശങ്ങൾ, ചെങ്ങന്നൂർ പരിസര പ്രദേശങ്ങൾ, കുമ്മനാട് പരിസര പ്രദേശങ്ങളിലൊക്കെ വ്യാപകമായ പ്രവർത്തനം ഉണ്ടാകുകയും താഴെത്തട്ടിലേക്ക്, അങ്ങനെയാണ് അദ്ദേഹം വെള്ളിക്കര മത്തായി ആശാന്റെ കത്ത് ലഭിച്ചതിന്റെ ഭാഗമായത് കുമ്മനാട് വരുന്നു. കുമ്മനാട്ട് അദ്ദേഹത്തെ സന്ദർശിക്കാൻ പൊയ്യൽ യോഹന്നാന്റെ ശിഷ്യന്മാർ അദ്ദേഹത്തെ സന്ദർശിക്കാൻ വരുന്നു. അങ്ങനെ വെള്ളിക്കര മത്തായി ആശാനും പൊയ്യേലപ്പച്ചനും ഒക്കെ ചേർന്നുള്ള പ്രവർത്തനങ്ങൾ, വ്യാപകമായ പ്രവർത്തനങ്ങൾ. ഒരു വശത്ത് പക്ഷെ കെ എബ്രഹാം, അങ്ങനെ വ്യാപകമായ പ്രവർത്തനങ്ങൾ ഗ്രാസ് റൂട്ട് ലെവലിൽ, താഴെത്തട്ടിലേക്ക് വ്യാപകമായ പ്രവർത്തനങ്ങൾ. ആ കാലഘട്ടം നിങ്ങൾ ചിന്തിക്കണം. 1913 മുതൽ 30 വരെയുള്ള കാലഘട്ടങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഇന്ന് കാണുന്ന യാതൊരു ജനാധിപത്യപരമായ അവകാശങ്ങളും ഇല്ലാത്ത, നമ്മുടെ നാട് ജനാധിപത്യവൽക്കരിക്കപ്പെടാത്ത, ഒരു ആധുനികതയും ഇല്ലാത്ത, വെളിച്ചം വീശാത്ത, എല്ലാ തരത്തിലുള്ള സമസ്ത അവകാശങ്ങളും നിഷേധിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് ആ 1913 മുതൽ 30 വരെയുള്ള കാലഘട്ടങ്ങളിൽ വിവിധ സാമൂഹ്യ വിഭാഗങ്ങളുടെ ഇടയിലേക്ക് സുവിശേഷം അരിച്ചിറങ്ങുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. സമാന്തരമായ വലിയ മൂവ്മെന്റുകൾ നമ്മുടെ ഇടയിൽ നടക്കുന്നുണ്ട്. വലിയ നവോത്ഥാന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ ആ തരത്തിലേക്ക് ഗോത്രജന വിഭാഗങ്ങളുടെ, ആദിവാസി ഗോത്രജനങ്ങളുടെ, ദളിത് വിഭാഗങ്ങളുടെ ഒക്കെ ഇടയിലേക്ക് വലിയൊരു മൂവ്മെന്റായി RF കുക്കിന്റെ പ്രവർത്തനങ്ങൾ മാറുകയാണ്. 1930 കുക്ക് സാഹിബുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ച് കെ എബ്രഹാം സാറ്, ഉണ്ണുണ്ണി സാറ് പ്രവർത്തനം ആരംഭിക്കുകയാണ്. 30-കൾക്ക് ശേഷം പ്രധാനമായി 3 സഭകളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് അമേരിക്കൻ ജനറൽ കൗൺസിലിന്റെ കീഴിലുള്ള അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ പ്രവർത്തനം. രണ്ടാമത് കുക്ക് സാഹിബിന്റെ മലങ്കര പൂർണ്ണ സുവിശേഷ ദൈവസഭ. മറ്റൊന്ന് കെ എബ്രഹാം സാറിന്റെ തെന്നിന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ. ഈ 3 ധാരകളായിരുന്നു 1930-കൾക്ക് ശേഷം ഉണ്ടായിരുന്നു. 3 പ്രവാഹങ്ങളായി, കൈവഴികളായി, ധാരകളായി അവ പെന്തക്കോസ്ത് ആശയങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയി എന്ന് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ 1930 മുതൽ 33 വരെയുള്ള 3 വർഷക്കാലം കെ എബ്രഹാം സാറ് സിലോൺ പെന്തക്കോസ്തുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുന്നു. ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്നു. പാഷ പോളുമായി, സിലോൺ പെന്തക്കോസ്തുമായി ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്നു. അങ്ങനെയാണ് പാഷ പോളിന്റെ ഓർഡിനേഷനാണ് പാഷ കെ എബ്രഹാം സാറിനുള്ളത്. അങ്ങനെ ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങൾ 3 വർഷം മുന്നോട്ട് കൊണ്ടുപോയി. ഉപദേശ സത്യങ്ങൾക്കൊക്കെ വിശ്വാസത്താലുള്ള വേല, അപ്പോസ്തോലിക വിശ്വാസവും വിശ്വാസത്താലുള്ള വേലയും, ഈ ആശയം മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യങ്ങളൊക്കെ പാഷ പോളിന്റെ സ്വാധീനം നന്നായി അന്നത്തെ ദൈവശാസ്ത്ര രൂപീകരണത്തിൽ പോലും കൃത്യമായിട്ട് ഉണ്ടായിരുന്നു. നമുക്കറിയാം, ദൈവശാസ്ത്ര രൂപീകരണത്തിൽ ബ്രദറൻ ആശയത്തിന്റെ, വിയോജിത പ്രസ്ഥാനത്തിന്റെ, അതുപോലെ തന്നെ അപ്പോൾ തന്നെ നമ്മൾ സ്മരിക്കേണ്ട ഒരു പ്രസ്ഥാനമാണ് ചർച്ച് ഓഫ് ഗോഡ് ഇൻ സൗത്ത് ഇന്ത്യ. AD ഖാന്റെ പ്രവർത്തനങ്ങൾ ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു. 1908-ലൊക്കെ തന്നെ പായിപ്പാട്, തിരുവല്ല പ്രദേശങ്ങളിൽ AD ഖാൻ സഭകൾ സ്ഥാപിച്ചിരുന്നു. മലബാറിൽ അവർ സഭകൾ സ്ഥാപിച്ചിരുന്നു നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പാഷ കെ എബ്രഹാമിന്റെ വിവാഹം നടത്തിയ പോലും പാഷ AD ഖാനാണ്. ചർച്ച് ഓഫ് ഗോഡ് ഇൻ സൗത്ത് ഇന്ത്യയുടെ രജിസ്റ്റർ തന്നെ ഇപ്പോൾ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ചർച്ച് ഓഫ് ഗോഡ് ഇൻ സൗത്ത് ഇന്ത്യയുടെ പ്രവർത്തനങ്ങളും ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു. അതിനെ ആൻഡേഴ്സൺ ചർച്ച് ഓഫ് ഗോഡ് എന്നൊക്കെ അറിയപ്പെടുന്ന സഭ. അപ്പോൾ 1930 മുതൽ 33 വരെ സിലോൺ പെന്തക്കോസ്തുമായിട്ട്, സിലോൺ പെന്തക്കോസ്ത് പ്രസ്ഥാനമായിട്ടും പാഷ പോളുമായിട്ട് കെ എബ്രഹാം സാറ് പ്രവർത്തിച്ചു. പിന്നീട് സിലോൺ പെന്തക്കോസ്ത് സഭയുടെ ഒരു പ്രവർത്തകനും സൈദ്ധാന്തികനുമായിരുന്നു പാസ്റ്റർ ആൽവിൻ. പാസ്റ്റർ ആൽവിനും പാസ്റ്റർ കെ എബ്രഹാമായിട്ടുള്ള ചില ആശയപരമായ തർക്കത്തിന്റെ ഭാഗമായിട്ടാണ് ആ ബന്ധം 33-ൽ അവസാനിപ്പിക്കുന്നു. പിന്നീട് RF കുക്ക് AG-യുമായിട്ടുള്ള ബന്ധം വിട്ട ശേഷം 1936-ലാണ് ചർച്ച് ഓഫ് ഗോഡുമായിട്ട് ചേരുന്നത്. ഊട്ടിയിൽ വിസിറ്റിങ്ങിന് വന്ന ഇൻഗ്രാമുമായി നേരിട്ട് കാണുകയും പിന്നീട് ചർച്ച് ഓഫ് ഗോഡുമായി കുക്ക് സാഹിബ് ചേരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത്. അങ്ങനെയാണ് സഭകൾ മുന്നോട്ട്
പോകുന്നത്. എന്നാൽ 1930 മുതൽ കേരളത്തിൽ പെന്തക്കോസ്ത് പ്രവർത്തനം ശക്തമായി മുന്നോട്ട് പോവുകയാണ്. ഞാൻ പറഞ്ഞല്ലോ 1913 മുതൽ 9 മുതൽ വേണം പറയാം, 1909 മുതൽ അല്ലെങ്കിൽ 13 മുതൽ 30 വരെയുള്ള കാലഘട്ടം ഒരു പീരീഡാണ്. അതിനുശേഷം 1930കൾക്ക് ശേഷം പെന്തക്കോസ്തിന് ഒരു ദേശീയ മുഖമായി പാസ്റ്റർ കെ എബ്രഹാം മാറുകയാണ്. മുഖ്യധാരയിലേക്ക്, സാമുദായിക സഭകളിലേക്ക്, വിവിധങ്ങളായ ഓർത്തഡോക്സ് യാക്കോബ സഭകളിലേക്ക്, മുഖ്യധാര സഭകളിലേക്ക്, സിറിയൻ ക്രിസ്ത്യൻ വിഭാഗങ്ങളിലേക്ക് പെന്തക്കോസ്ത് ആശയങ്ങൾ തുളച്ചു കയറുന്നതിൽ വലിയ പങ്ക് വഹിച്ച ആളാണ് പാസ്റ്റർ കെ എബ്രഹാം. അദ്ദേഹത്തിന്റെ സ്വാധീനങ്ങൾ, അദ്ദേഹത്തിന്റെ കരിസ്മ, അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരായ ഒട്ടനവധി പ്രവർത്തകർ, പാസ്റ്റർ പി എം ഷോമേൽ, പാസ്റ്റർ കെ ജെ ഷോമേൽ, പാസ്റ്റർ കെ സി ചെറിയാൻ, അതുപോലെ തന്നെ അനവധിയായ തന്റെ പ്രവർത്തകർ ഒക്കെയുണ്ട്. അവരോടൊക്കെ ചേർന്ന് നിന്നുകൊണ്ട്, അതുപോലെ തന്നെ അനവധിയായ പാസ്റ്റർ ഉമ്മൻ, അങ്ങനെ അനവധിയായ ആൾക്കാർ അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിന്നു. അവരോടൊക്കെ ചേർന്ന് നിന്നുകൊണ്ട് ശക്തമായ ഒരു മൂവ്മെന്റായി മുഖ്യധാരയിലേക്ക് പ്രവേശിക്കാൻ, ഞാൻ പറഞ്ഞ ഓർത്തഡോക്സ് യാക്കോബ സഭകൾ, അതുപോലെ തന്നെ കത്തോലിക്ക സഭ, മർത്തോമ സഭ, ഈ സഭകളിലേക്കൊക്കെ പെന്തക്കോസ്ത് ആശയങ്ങളെ ഉൾപ്രവേശിപ്പിക്കുന്നതിൽ, അരിച്ചു കയറുന്നതിൽ വലിയ പങ്ക് വഹിച്ച വ്യക്തിയാണ് അദ്ദേഹം. അങ്ങനെ സഭ ശക്തമായി 1930 മുതൽ ഏകദേശം 1953 വരെയുള്ള 23 വർഷത്തെ തെന്നിന്ത്യ പെന്തിക്കോസ്ത് ദൈവസഭ എന്നറിയപ്പെടുന്ന ഇന്നത്തെ ഇന്ത്യ പെന്തിക്കോസ്ത് ദൈവസഭയുടെ 30 മുതൽ 53 വരെയുള്ള 23 വർഷത്തെ ചരിത്രം വളർച്ചയുടെ ചരിത്രമാണ്. ശക്തമായ, വളരെ നമ്മൾ റാപ്പിഡ് ഗ്രോത്ത് എന്നൊക്കെ പറയുന്ന രീതിയിൽ വളരെ ദ്രുതഗതിയിലായിരുന്നു സഭ വളർന്നത്. വലിയ വെല്ലുവിളി ഉണ്ടായി, സാമുദായിക സഭകളുമായി വെല്ലുവിളി ഉണ്ടായി, ഡിബേറ്റുകൾ തന്നെ ഉണ്ടായി. നമുക്കറിയാം, പാസ്റ്റർ കെ എബ്രഹാം സൈമൺ സാർ ഡിബേറ്റ്, പാസ്റ്റർ ടി ജി ഉമ്മൻ, കെ ജി തോമസ് ഡിബേറ്റുകൾ, ആറാട്ടുപുഴയിലും ആറാമടയിലും ചെന്നത്തലയിലും കുമ്പനാടും റാന്നിയിലും ഒക്കെ നടന്നിട്ടുള്ള സംവാദങ്ങൾ, ശക്തമായി വലിയൊരു മൂവ്മെന്റുകൾ. ഒരു വശത്ത് മുഖ്യധാര ഓർത്തഡോക്സ് യാക്കോബ പട്ടത്വ സഭകളെയും, മറ്റൊരു വശത്ത് ബ്രദറൻ വിയോജിത പ്രസ്ഥാനങ്ങൾ, ഇത് അതുപോലെ തന്നെ പർത്തോമയിലെ കുഞ്ഞപ്പദേശമായിട്ടുള്ള സംവാദങ്ങൾ, അവിടെ നമ്മൾ സൗഹൃദം ഉണ്ടായിരുന്നു. ഇതെല്ലാം കൃത്യമായി സംവാദങ്ങളിലൂടെയും ആശയപ്രചരണത്തിലൂടെയും പെന്തക്കോസ്ത് ആശയങ്ങൾ 30 മുതൽ ഏകദേശം 53 വരെയുള്ള വർഷം വലിയ തരത്തിലുള്ള സഭയുടെ വളർച്ച കാലഘട്ടമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ട് ഉണ്ട്. എന്നാൽ ദുഃഖകരം എന്ന് പറയട്ടെ, 1953 ആയപ്പോൾ ഇന്ത്യ പെന്തക്കോസ്ത് സഭയിൽ പ്രശ്നമുണ്ടായി. അതാണ് ആദ്യത്തെ പിളർപ്പ് എന്ന് പറയുന്നത്. 1953 പ്രശ്നമുണ്ടായി, സഭ പിളരുകയാണ്. 58 പിന്നീട് സഭ യോജിക്കുന്നത്. ഏകദേശം 51 മാസം സഭ രണ്ടായിട്ട് പിളർന്നു. ഒരു വശത്ത് പാസ്റ്റർ കെ എബ്രഹാം, ഒരു വശത്ത് പാസ്റ്റർ പി എം ഷോമേൽ, കെ ജെ ഷോമേൽ അടക്കമുള്ള ആൾക്കാർ മറ്റൊരു വശത്ത്. 1947 ഇന്ത്യ സ്വതന്ത്രയായി. സ്വാതന്ത്ര്യം പ്രാപിച്ചപ്പോൾ ലാഹോറിലും കറാച്ചിയിലും പാകിസ്ഥാനിലും ഒക്കെയുള്ള പല പ്രവർത്തകർ കുമ്പനാട്ടേക്ക് വന്നു. അങ്ങനെ കുമ്പനാട്ട് സഭയിലെ പാസ്റ്ററെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കം മുഴുവനായി സഭയെ ബാധിക്കുക. ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. വലിയ പിളർപ്പിലേക്ക് സഭ പോവുകയുണ്ടായി. 2 ജനറൽ കൺവെൻഷൻ, 2 ബൈബിൾ കോളേജ്, സിയോൻ കാഹളത്തിന് പകരം പ്രബോധിനി വേർമാസിക, 2 മിനിറ്റ്സ്, 2 മാസയോഗങ്ങൾ, അങ്ങനെ 2 കൗൺസിൽ, ഇങ്ങനെ 2 രീതിയിൽ വലിയ തരത്തിലുള്ള വെർട്ടിക്കലായി സഭയുടെ പിളർപ്പ് 53 പ്രശ്നമുണ്ടാക്കി. 58 വീണ്ടും സഭ യോജിച്ചു. ദുഃഖകരം എന്ന് പറയട്ടെ, 62 വീണ്ടും സഭ പിളർന്നു. 62 പിളർന്നിട്ട് 66 വീണ്ടും യോജിക്കുന്നത്, 45 മാസത്തിന് ശേഷം. അങ്ങനെ പ്രധാനപ്പെട്ട 2 പിളർപ്പിലൂടെ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ കടന്നുപോയി. 1930 മുതൽ 53 വരെയുള്ള 23 വർഷത്തെ ആ ഒഴുക്ക്, ആ മുന്നേറ്റത്തിന് തടസ്സം സൃഷ്ടിക്കുന്നതായിരുന്നു 53 ശേഷമുള്ള പ്രശ്നവും പിളർപ്പും, 62 ശേഷമുള്ള രണ്ടാമത്തെ പിളർപ്പും. ആ പിളർപ്പ് സഭാ വളർച്ചയെ തടസ്സപ്പെടുത്തുകയും സാമുദായിക സഭകളിൽ നിന്ന് IPCയിലേക്കുള്ള ഒഴുക്കിനെ തടസ്സപ്പെടുത്തുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. അത് പാസ്റ്റർ ടി ജി ഉമ്മൻ തന്റെ IPCയും സേവന ചരിത്രവും എന്നുള്ള തന്റെ ആത്മകഥയിലും ഒക്കെ അത് വിശദീകരിക്കുന്നുണ്ട്.
അപ്പൊ ആ രീതി വലിയൊരു തടസ്സം ഉണ്ടായി. പിന്നീട് 66 ശേഷം 66 വീട് യോജിച്ചു ശേഷം IPC ശക്തമായ ഒരു മൂവ്മെന്റായി, ഒരു മുന്നേറ്റമായി ഇന്ന് വരെ വരികയാണ്. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ ഇപ്പോൾ അതിന്റെ ശതാബ്ദി കൺവെൻഷൻ വലിയ പരിപാടികളോടുകൂടി ആഘോഷപൂർവ്വം കൊണ്ടാടുകയാണ്. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയെ സംബന്ധിച്ച് കേരളത്തിലെ ഇന്ത്യയിലെ പെന്തക്കോസ്ത് മുന്നേറ്റത്തിന് മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ, അസംബ്ലീസ് ഓഫ് ഗോഡ്, ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ, വളരെ മുഖ്യധാര സഭകൾ ഇന്ന് ഇന്ത്യയിൽ കേരളത്തിൽ ഉണ്ട്. അതിൽ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ അതിന്റെ പ്രവർത്തന ശൈലി കൊണ്ട്, അതിന്റെ ചരിത്രപരത കൊണ്ട്, അതിന്റെ മിഷൻ സ്ട്രാറ്റജി കൊണ്ട്, അതിന്റെ നേതൃത്വ പാടവം കൊണ്ട് വളരെ വ്യത്യസ്തത പുലർത്തുന്ന ഒരു സഭ തന്നെയാണ് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ 53 ഉണ്ടായ പ്രശ്നം, അതിന്റെ തർക്കം, പിളർപ്പ്, 62 രണ്ടാമത്തെ പിളർപ്പ്, അതുണ്ടാക്കിയ നഷ്ടം വളരെ വലുതാണ്. നഷ്ടം എന്ന് പറഞ്ഞാൽ ആ സന്ദർഭങ്ങളിലാണ് മർത്തോമ സഭയിൽ ഡാനിയേലച്ചന്റെ നേതൃത്വത്തിൽ പത്യുപദേശ സമിതിയും ഒക്കെ ഉണ്ടായി. അവര് IPC ചേരാനും ചിലർ ബ്രദർ സഭയിൽ ചേരാനും ഒക്കെ തയ്യാറായി. ചില ആളുകളൊക്കെ ചെന്നിത്തല ഭാഗങ്ങളിൽ ബ്രദർ സഭയിൽ പോലും ചേർന്നു, തയ്യാറായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പിളർപ്പുണ്ടായി. ഈ പിളർപ്പ് ഉണ്ടായില്ലായിരുന്നെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഇവാഞ്ചലിക്കൽ സഭ പോലും ഉണ്ടാകത്തില്ലായിരുന്നു. കാരണം മർത്തോമ സഭയിലുണ്ടായ നവീകരണത്തിന്റെ തുടർച്ച സഭയിൽ ഉണ്ടാകുന്നില്ല, സഭ ഇവാഞ്ചലിസത്തിന് ഇമ്പോർട്ടന്റ് കൊടുക്കുന്നില്ല എന്നുള്ള വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മർത്തോമ സഭയ്ക്കകത്ത് ഉണ്ടായ നവോത്ഥാനം കൃത്യമായി മുഴുവനായി ഒരു വലിയൊരു മേജർ ഷിഫ്റ്റ് തന്നെ IPCയിലേക്ക് ഉണ്ടായേനം ആ പിളർപ്പ് നഷ്ടപ്പെടുത്തിയ വലിയ നഷ്ടമാണ്. എല്ലാ കാലഘട്ടങ്ങളിലും വിഭാഗ്യതയും പിളർപ്പും രാഷ്ട്രീയ അതിപ്രസരങ്ങളും കോടതി വ്യവഹാരങ്ങളും ഉണ്ടാക്കുന്നത് സഭാവളർച്ചയെ മങ്ങലേൽപ്പിക്കും. അത് വലിയ സഭയിലേക്കുള്ള വിശ്വാസികളുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തും എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ട് ഉണ്ട്. 53 ശേഷമുണ്ടായ പിളർപ്പും 62 ശേഷമുണ്ടായ പിളർപ്പും പിന്നീടുള്ള അവിടെ യോജിപ്പും, അതിനുശേഷം ശക്തമായൊരു മൂവ്മെന്റായി IPC മുന്നോട്ട് പോവുകയാണ്. പിന്നീട് ഒരു തരത്തിലുള്ള പിളർപ്പിന് അവസരമുണ്ടാക്കാതെ, സാധ്യത പോലുമില്ലാതെ ശക്തമായ ഒരു സംവിധാനമായി, ഒരു സ്ട്രക്ചറായി IPC മുന്നോട്ട് പോവുകയാണ്. ചരിത്രം മനസ്സിലാക്കുന്ന ആൾക്കറിയാം, 53 62 IPCയെ പിളർത്തിയതുപോലെ ഇനി പിളർത്താൻ പോലും പറ്റാത്ത നിലയിലേക്ക് വലിയ സ്ട്രക്ചറായി ഇത് മാറിയിരിക്കുകയാണ്. എല്ലാ സഭയും അങ്ങനെ തന്നെയാണ്. നമുക്കറിയാം 70 ശേഷം വലിയൊരു മൂവ്മെന്റ്, വലിയ പ്രശ്നം ചർച്ച കൂടി തന്നെ ഉണ്ടായി. 72 ദൗർഭാഗ്യവശാൽ വലിയൊരു പിളർപ്പുണ്ടായി. പക്ഷെ അങ്ങനെ ഒരു പിളർപ്പിനി ചർച്ചകൂടിൽ പ്രതീക്ഷിക്കേണ്ടതില്ല, ഉണ്ടാകില്ല. ആ തരത്തിലേക്ക് സഭകൾ വലിയ തരത്തിൽ മാറ്റങ്ങൾക്ക് വിധേയമാവുകയും ആ തരത്തിലേക്ക് വലിയ എസ്റ്റാബ്ലിഷ്മെന്റായി മാറുകയും ശക്തമായ ഘടനയായി അത് മാറുകയും ചെയ്തു. അതുകൊണ്ട് സഭയെ പിളർത്താൻ കഴിയില്ല. ഇനി ഏതൊരു വിഭാഗീയത പ്രവർത്തനങ്ങൾക്കും വെർട്ടിക്കലായിട്ടുള്ള നെടുകെ സഭയെ പിളർത്താൻ കഴിയത്തില്ല. അത് അസംബ്ലീസ് ബോർഡിനെയാണെങ്കിലും ചർച്ച് ഓഫ് ബോർഡിനെയാണെങ്കിലും ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയാണെങ്കിലും നെടുകെ പിളർത്താൻ കഴിയാത്ത വിധം ആ സഭ വളരെ ശക്തമായി കഴിഞ്ഞു എന്നുള്ളതാണ് സാന്ദർഭികമായി സൂചിപ്പിക്കാനുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, പിന്നീട് 66 ശേഷം ശക്തമായ മൂവ്മെന്റായി മാറി. ഇനി ചില കാര്യങ്ങൾ IPCയുടെ കോൺട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട് പറഞ്ഞ് ഞാൻ വാക്കുകളെ അവസാനിപ്പിക്കാൻ താല്പര്യപ്പെടുകയാണ്. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ ഇന്ത്യയിലെ ക്രൈസ്തവ സമൂഹത്തിന്, ഇന്ത്യയിലെ പെന്തക്കോസ്ത് സമൂഹത്തിന് ശക്തമായ സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ. അതൊരു മൾട്ടികൾച്ചറൽ സഭയാണ്. ലക്ഷണമൊത്ത ഒരു ബിബ്ലിക്കൽ ചർച്ചാണ് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ എന്ന് പറയുന്നത്. നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തിയിൽ 2-ാം അധ്യായത്തിൽ തന്നെ മൾട്ടി ലിംഗ്വിസ്റ്റിക്കാണ്. ഏകദേശം 10-19 ഭാഷക്കാരാണ് പെന്തക്കോസ്ത് പെരുന്നാളിൽ ഒരുമിച്ച് കൂടുന്നത്. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിലെ ഒരു മൾട്ടി ലിംഗ്വിസ്റ്റിക് മൾട്ടി കൾച്ചറൽ സഭയാണ് നമ്മൾ കാണുന്നത്. വെളിപ്പാട് പുസ്തകത്തിൽ അങ്ങനെയാണ്. സകല ഗോത്രങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും വംശങ്ങളിൽ നിന്നും നീ ഞങ്ങളെ ദൈവത്തിനായ വിലയ്ക്ക് വാങ്ങി. ഒരു മൾട്ടി ലിംഗ്വിസ്റ്റിക് മൾട്ടി കൾച്ചറൽ ചർച്ചാണ്. അങ്ങനെ ഒരു ലക്ഷണമൊത്തൊരു മൾട്ടി കൾച്ചറൽ സഭയാണ് IPC ചർച്ച് എന്ന് പറയുന്നത്. അതിനകത്തേക്ക്
ഏത് സാമൂഹ്യ വിഭാഗങ്ങൾക്കും ചേർന്ന് നിൽക്കാൻ പറ്റുന്ന ഒരു ഇന്റേണൽ മാനേജ്മെന്റ് ഈ സഭയ്ക്കകത്ത് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. കാസ്റ്റിനെയും ജെൻഡറിനെയും കൈകാര്യം ചെയ്യുന്നതിൽ, പക്വതയോട് കൈകാര്യം ചെയ്യുന്നതിൽ വിജയിച്ചിട്ടുള്ള ഒരു സഭയാണ് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ എന്ന് പറയുന്നത്. കാരണം ഈ കാര്യത്തിൽ പലപ്പോഴും സഭ പരാജയപ്പെട്ടിട്ടുണ്ട് കാസ്റ്റിനെ കൈകാര്യം ചെയ്യുന്നത്. മിഷണറി മൂവ്മെന്റ് കാലഘട്ടങ്ങളിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതിൽ വിജയിച്ചിട്ടുള്ളത് ബാസർ മിഷൻ മാത്രമാണ്. ബാസർ മിഷൻ നമ്മുടെ വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ലത്. ബാസർ മിഷൻ ഭാരതപ്പുഴ മുതൽ മംഗലാപുരം വരെയുള്ള പ്രവർത്തനമാണ്. അവരാണ് സഭയ്ക്കകത്തേക്ക് വന്നവരെ തമ്മിൽ വിവാഹം കഴിപ്പിച്ച് ഒരു കാസ്റ്റ്ലെസ് സൊസൈറ്റിയെ മുന്നോട്ട് വെക്കുകയും ഒരു ഫെയ്ത്ത് കമ്മ്യൂണിറ്റിയായി സഭയ്ക്കകത്ത് വന്നവരെ ഉയർത്തിപ്പിടിച്ചവരാണ് ബാസർ മിഷൻ എന്ന് പറയുന്നത്. പക്ഷേ CMS മിഷൻ ആണെങ്കിലും ലണ്ടൻ മിഷൻ ആണെങ്കിലും വിഷയങ്ങളൊക്കെ പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. കാസ്റ്റും ചർച്ചുമായി നടത്തിയിട്ടുള്ള വിശുദ്ധമായ ബന്ധങ്ങൾ പലപ്പോഴും അതിനെ ദൃശ്യവൽക്കരിക്കുകയും അതിന്റെ വിസിബിലിറ്റിയെ കൂടുതലായി പ്രകടമാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ വളരെ പക്വതയോടെയാണ് കഴിഞ്ഞ 100 വർഷക്കാലം, ഒരു നൂറ്റാണ്ടിന്റെ ചരിത്രം നാം വിശകലനം ചെയ്യുമ്പോൾ കൈകാര്യം ചെയ്തിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കാസ്റ്റ് ഒരു റിയാലിറ്റിയാണ്. എന്റെ സബ്ജക്റ്റ് അതല്ല, അത് റിയാലിറ്റിയാണ്. അത് മേൽത്തട്ടിൽ മാത്രമല്ല താഴെത്തട്ടിലും എല്ലാം പ്രവർത്തിക്കുന്നതാണ്. അത് റിയാലിറ്റിയാണ്. അതിന്റെ പിരമിഡിക്കൽ സിസ്റ്റം അനുസരിച്ച് അത് വർക്കൗട്ട് ചെയ്യും. എവിടെയും അതിന്റെ വിസിബിലിറ്റി പ്രകടമാക്കേണ്ട സ്ഥലങ്ങളിലെല്ലാം അത് പ്രകടമാക്കും. അതൊരു റിയാലിറ്റിയാണ്. ജെൻഡർ റിയാലിറ്റിയാണ്, വംശം റിയാലിറ്റിയാണ്, കൾച്ചർ റിയാലിറ്റിയാണ്, ലാംഗ്വേജ് റിയാലിറ്റിയാണ്, സ്വത്തും റിയാലിറ്റിയാണ്. പക്ഷെ ഡിസ്ക്രിമിനേഷനാണ് പ്രശ്നം. അതിന് പേരിലുണ്ടാകുന്ന ഡിസ്ക്രിമിനേഷനാണ് എതിർക്കപ്പെടുന്നത്. അതിന്റെ പേരിൽ ഡിസ്ക്രിമിനേഷൻ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായത്തിൽ സഭയ്ക്കകത്തുണ്ടായ കോൺഫ്ലിക്റ്റ് കൾച്ചർ കോൺഫ്ലിക്റ്റ് ആണ്. ഹെലനിസ്റ്റ് ജ്യൂസും നേറ്റീവ് ജ്യൂസും തമ്മിൽ, ഹീബ്രു സംസാരിക്കുന്ന യൂദന്മാരും ഗ്രീക്ക് സംസാരിക്കുന്നവരും തമ്മിൽ അത് റിയാലിറ്റിയാണ്. കോൺഫ്ലിക്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ വളരെ മനോഹരമായിട്ടാണ് അത് സഭ പരിഹരിക്കുന്നത്. അപ്പോസ്തല 6-ാം അധ്യായത്തിൽ അതിന് ഉണ്ടാകേണ്ടത് ബ്രദർഹുഡ് ആണ് ഉണ്ടാകേണ്ടത്. അതിനുണ്ടാകേണ്ട ട്രാൻസ്ഫോർമേഷൻ ആണ് ഉണ്ടാകേണ്ടത്. അതിനുണ്ടാകേണ്ടത് ഉന്നതമായ സ്പിരിച്വൽ മച്യൂരിറ്റിയാണ് ഉണ്ടാകേണ്ടത്. അപ്പോൾ വളരെ നന്നായി പക്വമായി അത് കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, യശസ്വരനായ പരഞ്ജ്യോതിയെ പോലെ, സുന്ദർറാവുവിനെ പോലെയുള്ള ആൾക്കാർ അന്തർദേശീയ തലത്തിൽ നയിച്ച ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ. അപ്പൊ ആ തലത്തിലേക്ക് ആൾക്കാർക്ക് പ്രവർത്തിക്കുക, അത് പെന്തക്കോസ്തിന്റെ തന്നെ ഒരു തനിമയാണ്. നിങ്ങൾക്കറിയാം, പെന്തക്കോസ്ത് മുന്നേറ്റം അല്ലെങ്കിൽ ഉണർവ് ഇന്ത്യയിൽ വരുമ്പോൾ അത് ആദ്യം ഉണ്ടായ പ്രവർത്തനങ്ങളെ കുറിച്ച് നമുക്കറിയാം. ഇപ്പം പണ്ഡിത രമാഭായ്, അത് ആ ഉണർവിന്റെ ഭാഗമായി നിൽക്കുന്ന പൂന മുക്തി മിഷനാണ്. അവര് ബ്രാഹ്മണരിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ചിപ്പവൻ ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ടതാണ് ഉണ്ടോ. അപ്പോൾ അവരെ പോലെയുള്ള ബ്രാഹ്മണ സ്ത്രീകൾ, അപ്പോൾ തന്നെ ജോൺ അരുളപ്പനെ പോലെയുള്ള താഴെത്തട്ടിൽ ജീവിക്കുന്നവർ, ജോൺ അയ്യാപിള്ളയെ പോലെയുള്ള ആൾക്കാർ, CS മാത്യുവിനെ പോലെയുള്ള ആൾക്കാർ, അങ്ങനെ എല്ലാ ധാരയിലും പെട്ട ആൾക്കാരെ ചേർത്ത് നിർത്താൻ പറ്റുന്ന തരത്തിലേക്ക്, അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്കുള്ള സ്പേസ് ഉള്ള ഒരു ആദർശധാരയാണ് പെന്തക്കോസ്റ്റലിസം എന്ന് പറയുന്നത്. പെന്തക്കോസ്ത് മുന്നേറ്റത്തിന്റെ ഒരു മൂവ്മെന്റിന്റെ ഒരു ഗുണം അത് തന്നെയാണ്. ഒരു സബാൾട്ടേൺ അപ്രൈസിംഗ് കൂടിയായിരുന്നു അത്. അതുകൊണ്ടാണ് താഴെത്തട്ടിൽ അതിന് പ്രവർത്തിക്കാനും മുകൾ തട്ടിൽ പ്രവർത്തിക്കാനും ഏത് ആൾക്കാരുമായി സംവദിക്കാനും പെന്തക്കോസ്ത് ആശയത്തിന് കഴിയുന്നു എന്നുള്ളത്. അത്രയ്ക്കത് ഡെമോക്രാറ്റിക് ആയതുകൊണ്ടാണ്, അത്രയ്ക്കത് ഹ്യൂമാനിറ്റേറിയൻ ആയതുകൊണ്ടാണ്, അത്രയ്ക്കത് ജനങ്ങൾക്ക് ലഭ്യമായ തരത്തിലേക്കുള്ള ആശയം സ്വീകരിക്കാൻ കഴിയുന്നത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് സാധാരണക്കാരുടെ ഇടയിലേക്ക് അത് കടന്നു ചെയ്യുന്നത്. അവരുടെ ഭാഷയെ പോലും ആധുനികവൽക്കരിക്കുന്നത്, ലിംഗ്വിസ്റ്റിക് മോഡേണിറ്റി എന്നൊക്കെ നമ്മൾ പറയുന്നത്, അവരുടെ ഭാഷയെ പോലും ആധുനികവൽക്കരിക്കുന്നത്, അവരുടെ ജീവിതശൈലിയെ ആധുനികവൽക്കരിക്കുന്നത്, അവരുടെ ആശയ വിനിമയങ്ങളെയും വ്യവഹാരങ്ങളെയും പോലും മനനവ്യാപാരങ്ങളെയും പോലും ആധുനികവൽക്കരിക്കുന്നതിൽ, ജനാധിപത്യവൽക്കരിക്കുന്നതിൽ കൃത്യമായി പങ്കുവഹിച്ചു സുവിശേഷം, ബൈബിളിന്റെ മലയാളം പരിഭാഷ നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. മടങ്ങി വരികയാണ്. അപ്പൊ അങ്ങനെ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ ഒരു മൾട്ടി കൾച്ചർ പ്രസ്ഥാനം തന്നെയാണ്. സമൂഹത്തിൽ നമുക്കറിയാം, പാറശാല മുതൽ അങ്ങ് ബന്തെടുക്ക കാസർഗോഡ് വരെ, കാശ്മീർ മുതൽ കന്യാകുമാരി വരെ, പ്രവാസി മലയാളികളുടെ ഇടയിൽ, എവിടെയും വടക്കേ ഇന്ത്യയിൽ ഗോത്രജന വിഭാഗങ്ങളുടെ ഇടയിൽ എല്ലായിടത്തും പ്രവർത്തിക്കാൻ പറ്റുന്ന
പാറശാല സെന്റർ മുതൽ അട്ടപ്പാടി സെന്റർ വരെയുണ്ട്. എല്ലാ തരത്തിലും എല്ലാവരുമായി സംവദിക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ഒരു മിഷൻ സ്ട്രാറ്റജിയും ഒരു ഇന്റേണൽ മാനേജ്മെന്റ്, ഒരു അക്കോമഡേഷൻ ഈ പ്രസ്ഥാനത്തിനകത്തുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത്. ആർക്കും ലീഡർഷിപ്പിലേക്ക് വരാൻ പറ്റുന്ന തരത്തിലേക്ക്, ആർക്കും ഇതിനകത്ത് നിൽക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള വിശാലത ഉണ്ട് എന്നുള്ളതാണ് പ്രധാനമായും. മറ്റൊന്ന് സഭയുടെ കോൺഗ്രിഗേഷണൽ സിസ്റ്റമാണ്. നമുക്കറിയാം എപ്പിസ്കോപ്പൽ സിസ്റ്റമുള്ള സഭകളുണ്ട്, വളരെ പിരമിഡിക്കൽ സിസ്റ്റമുള്ള ഹൈറാർക്കി നിലനിൽക്കുന്ന പെന്തക്കോസ്ത് സഭകൾ പോലുമുണ്ട്. എന്നാൽ ഇതൊരു കോൺഗ്രിഗേഷണൽ സിസ്റ്റമാണ്. അത്രയ്ക്ക് മനോഹരമായ ഇന്റേണൽ ഡെമോക്രസി നിലനിൽക്കുന്ന, വിശ്വാസികൾക്ക് പ്രാതിനിധ്യം തുല്യമായി തന്നെ പ്രസ്ബിറ്റർമാരെ പോലെ തന്നെ പാസ്റ്റേഴ്സിനെ പോലെ തന്നെ അവർക്ക് പങ്കാളിത്തമുള്ള നല്ല കോൺഗ്രിഗേഷണൽ സിസ്റ്റം നിലനിൽക്കുന്ന ഒരു സഭയാണ്. അതതിൻ്റെ ഒരു പോസിറ്റീവായിട്ടൊരു എലമെന്റ് ആയിട്ട് കാണും. പലപ്പോഴും ജനാധിപത്യം കൂടിപ്പോയി നമുക്ക് തോന്നിപ്പോയിട്ടുണ്ട്. സഭയിൽ നിലനിൽക്കുന്ന പലപ്പോഴും ഉണ്ടാകുന്ന അലമ്പുകൾ ഈ ജനാധിപത്യം കൂടിപ്പോയതുകൊണ്ടാണ് പലപ്പോഴും വിമർശനമുണ്ട്. എന്നാൽ വിശ്വാസികൾക്കും കൃത്യമായി ലീഡർഷിപ്പിലും മിഷനിലും മിനിസ്ട്രിയിലും നേതൃത്വത്തിലും നയരൂപീകരണ സമിതിയിലുമെല്ലാം തങ്ങളുടെ പങ്കാളിത്തം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന പ്രാതിനിധ്യം നിർവഹിക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള കോൺഗ്രിഗേഷണൽ സിസ്റ്റം നിലനിൽക്കുന്ന ഒരു വിശ്വാസികൾക്ക് പ്രാതിനിധ്യമുള്ള, ഹൈറാർക്കി അടിച്ചേൽപ്പിക്കാത്ത, ആരുടെ കുത്തകയില്ലാത്ത ഒരു ലീഡർഷിപ്പിന്റെ കുത്തകയില്ല. അതുകൊണ്ടാണല്ലോ ലീഡർഷിപ്പ് മാറി മാറി വരുന്നത്. നേതാക്കന്മാർ പലരും തോറ്റുപോയിട്ടുള്ളത്, വലിയ നമ്മളുടെ ജനപ്രിയരായ നേതാക്കന്മാർ പരാജയപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ അവരെ തോൽപ്പിക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ഒരു ഇന്റേണൽ ഡെമോക്രസിയുടെ സൗന്ദര്യമുണ്ട്. ഒറ്റയം പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ട്. നീണ്ട വർഷങ്ങൾ തന്നെ ഒരാൾ തന്നെ നേതാവായിരിക്കുന്ന, ഒരാൾ തന്നെ പ്രസ്ഥാനമായിരിക്കുന്ന, യാതൊരു ജനാധിപത്യ ചർച്ചകളുമില്ലാത്ത, സംവാദങ്ങളില്ലാത്ത, വിമർശനങ്ങൾ ഉന്നയിക്കാൻ കഴിയാത്ത, എലക്ഷൻ ഇല്ലാത്ത, യാതൊരു തരം ഡെമോക്രസിയും ഇല്ലാത്ത, അങ്ങനെയുള്ള ഓട്ടോക്രസി അടിച്ചേൽപ്പിക്കുന്ന ഏകാധിപത്യ പ്രസ്ഥാനം പോലെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനികളായി കൊണ്ടുപോകുന്ന സഭകളൊക്കെ ഉണ്ട്. അതല്ല ഇത്. ആ തരത്തിലേക്ക് ഒരു കോൺഗ്രിഗേഷൻ സിസ്റ്റമാണിത്. അത് അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള, വിമർശനം ഉന്നയിക്കാൻ സ്വാതന്ത്ര്യമുള്ള, ഞാൻ പറഞ്ഞല്ലോ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ PYPയുടെയൊക്കെ ഭരണഘടനയ്ക്കകത്ത് പെൺകുട്ടികൾക്ക് മത്സരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. അവർ മത്സരിക്കാത്തതുകൊണ്ട് അവർ മുന്നോട്ട് വരണം. ആ തരത്തിലേക്ക് സ്വാതന്ത്ര്യമുണ്ട്. എല്ലാ തരത്തിൽ കയ്യബ്രസാറ് പ്രണമസന്യാസിനിക്കും അടക്കമുള്ള പല ആൾക്കാർക്കും ശുശ്രൂഷയ്ക്ക് കൈവപ്പ് പോലും കൊടുത്തിട്ടുണ്ട്. ആ രീതിയിലൊക്കെ സ്ത്രീ പ്രാതിനിധ്യം, വിശ്വാസികൾ പ്രാതിനിധ്യമുള്ള ഒരു ലക്ഷണമൊത്ത ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. മറ്റൊന്ന് പ്രാദേശിക സഭയുടെ സ്വാതന്ത്ര്യവും ശുശ്രൂഷകന്മാരുടെ സ്വാതന്ത്ര്യമാണ്. പ്രാദേശിക സഭയ്ക്ക് വളരെ സ്വാതന്ത്ര്യമുള്ള സെൽഫ് അഡ്മിനിസ്ട്രേഷൻ, സെൽഫ് ഫണ്ടിങ്, സെൽഫ് പ്രൊപ്പഗേഷൻ, ഇത് വലിയൊരു കാര്യം തന്നെയാണ്. ആ തരത്തിലേക്ക് വലിയൊരു പ്രാദേശിക സഭകൾക്ക് നല്ല സ്വാതന്ത്ര്യം, സെൻട്രൽ പാസ്റ്റർമാർക്ക് നല്ല അധികാരം, ആ രീതി പ്രാദേശിക സഭയ്ക്ക് സ്വാതന്ത്ര്യമുള്ള, അവർക്ക് ശുശ്രൂഷകന്മാർക്ക് ശുശ്രൂഷക സ്വാതന്ത്ര്യമുള്ള ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ എന്ന് പറയുന്നത്. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ ഇന്ത്യയിലെ മലയാളി പെന്തക്കോസ്ത് സമൂഹത്തിന് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് പ്രഭാഷകരെ സംഭാവന ചെയ്തെന്നുള്ളതാണ്. അത് വലിയൊരു റിക്രൂട്ട്മെന്റ് തന്നെയാണ്. വലിയ തരത്തിലുള്ള വൈജ്ഞാനികമായ, ബൗദ്ധികമായ സംഭാവന തന്നെയാണ്. ഇന്റലക്ച്വൽ കോൺട്രിബ്യൂഷനാണ്. വലിയ പ്രഭാഷകരെ പിന്തുണയ്ക്കുന്നു, അവർ സംഭാവന നൽകിയെന്നുള്ളതാണ്. മാത്രമല്ല ഡിനോമിനേഷണൽ സംഘടനാ വ്യത്യാസമില്ലാതെ ഏത് പ്രസ്ഥാനത്തിലെ പ്രഭാഷകർക്കും ശുശ്രൂഷിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയ്ക്കകത്തുണ്ട്. അങ്ങനെ സഹോദര സഭകളെ സഹകരിപ്പിക്കുന്ന സ്നേഹമുള്ള ഒരു പ്രസ്ഥാനമാണ്. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയ്ക്ക് ഉണ്ടാകുന്ന ഏത് ഡാമേജും മലയാളി പെന്തക്കോസ്ത് സമൂഹത്തിൽ ഉണ്ടാകുന്ന ഡാമേജും തന്നെയാണ്. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയ്ക്ക് ഉണ്ടാകുന്ന ഏത് പരാജയങ്ങളും പെന്തക്കോസ്ത് ഉണ്ടാകുന്ന പരാജയം തന്നെയാണ്. അതാണ് മുന്നിൽ നയിക്കുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ. അതുകൊണ്ട് സർഗാത്മകതയെ പ്രോത്സാഹിപ്പിക്കുന്ന മാധ്യമ പ്രവർത്തനമാകട്ടെ, വിമർശനമാകട്ടെ,
എല്ലാ തരത്തിലുള്ള സംവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നതിലാകട്ടെ, സർഗാത്മകതയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സഭ, പ്രഭാഷകരെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന റിക്രൂട്ട് ചെയ്യുന്ന ഒരു സഭ, അങ്ങനെ എല്ലാ തരത്തിലുള്ള അക്കാദമിക് സ്വാതന്ത്ര്യമുള്ള ഒരു സമൂഹമാണ് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ എന്ന് പറയുന്നത്. സെൻട്രൽ പാസ്റ്റർമാരുടെ സ്വാതന്ത്ര്യം ഞാൻ പറഞ്ഞല്ലോ. ആ രീതിയിൽ അവരുടെ അധികാരങ്ങൾ കൃത്യമായി വിനിയോഗിക്കാൻ സെൻട്രൽ പാസ്റ്റർമാർക്ക് അധികാരമുള്ള, ഒരു തരത്തിലുള്ള അടിച്ചേൽപ്പിക്കുന്ന ഹൈറാർക്കി ഇല്ലാത്ത ഒരു സമൂഹമാണ് അത് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ. മറ്റൊന്ന് മിഷനാണ്. അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. മിഷനാണ്. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ സഭ ഒരു മിഷൻ ഓറിയന്റഡ് ആണ്. ഇവാഞ്ചലിസത്തിന് ഇമ്പോർട്ടന്റ് കൊടുക്കുന്ന, മിഷൻ ഇമ്പോർട്ടന്റ് കൊടുക്കുന്ന ഒരു സഭയാണ്. അതുകൊണ്ടാണ് സഭ വളരുന്നത്. വലിയ തരത്തിൽ സുവിശേഷീകരണ പ്രവർത്തകർ, എന്തൊക്കെ പ്രശ്നങ്ങൾ, ആന്തരികമായി തർക്കങ്ങൾ, അതിപ്രസരങ്ങൾ ഉണ്ടായാലും മിഷന് ഇമ്പോർട്ടന്റ് കൊടുക്കുന്ന, ഇവാഞ്ചലിസത്തിന് ഇമ്പോർട്ടന്റ് കൊടുക്കുന്ന സഭയാണ്. അതുകൊണ്ടാണ് ദ്രുതഗതി സഭ വളരുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞ ഒട്ടനവധി പോസിറ്റീവായ ഗുണങ്ങൾ, ഹൈറാർക്കി ഇല്ലാത്തത്, പ്രാദേശിക സഭയുടെ സ്വാതന്ത്ര്യം, സെൽഫ് ഫണ്ടിങ്, സെൽഫ് പ്രൊപ്പഗേഷൻ, അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസ്, സെൽഫ് അഡ്മിനിസ്ട്രേഷൻ, ഇതൊക്കെ വലിയൊരു ഘടകമാണ്. അങ്ങനെ ചരടുകളില്ലാത്ത ഒരു സഭ എന്ന നിലയിൽ കൃത്യമായി സഭ അടിത്തട്ടിലൂടെ വളരാൻ സഭയ്ക്ക് കഴിയും. മിഷൻ ഓറിയന്റഡ് ചർച്ചാണ്. മിഷന് വളരെ ഇമ്പോർട്ടന്റ് കൊടുക്കുന്ന ഒരു സഭയാണ്. ആ കാലഘട്ടങ്ങളിൽ തന്നെ നമുക്കറിയാം, മലബാറിൽ പക്ഷേ കെ സി ചെറിയാനെ പോലെ ആൾക്കാർ മലബാറിൽ, പക്ഷെ പി എൻ സ്വാമിയെ പോലെ തമിഴ്നാട്ടിൽ, അതുപോലെ തന്നെ ഡോക്ടർ കുര്യൻ തോമസ്, പക്ഷെ കെ ടി തോമസ്, അങ്ങനെ അനവധി ആൾക്കാർ മലബാറിൽ, വടക്കേ ഇന്ത്യയിൽ, അതുപോലെ തന്നെ അന്നത്തെ ആന്ധ്രാപ്രദേശിൽ അനവധി ആളുകൾ ബാഹ്യ കേരള പ്രവർത്തനവുമായി മുന്നോട്ട് പോയി. ആ രീതി വലിയ പ്രവർത്തനങ്ങൾ മലയാളികളിൽ നിന്നും ഹിന്ദിക്കാരുടെയിലേക്ക്, വിവിധ ഭാഷക്കാരുടെയിലേക്ക് ഒക്കെ പോകാൻ കഴിഞ്ഞു എന്നുള്ളത് മിഷന് സഭ കൊടുത്ത ഇമ്പോർട്ടൻസ് ആണ്. മറ്റൊന്ന് ലീഡർഷിപ്പാണ്. ഇന്ത്യയിൽ തന്നെ ലക്ഷണമൊത്ത നേതാക്കന്മാരെ കോൺട്രിബ്യൂട്ട് ചെയ്ത സഭയാണ്. നേതൃത്വ നൈപുണ്യ വികസനം, നേതൃത്വ നൈപുണ്യ വികസനത്തിൽ വലിയ സംഭാവനയാണ് ഈ സഭ ചെയ്തിട്ടുള്ളത്. പ്രഗത്ഭരായ, പേര് പറഞ്ഞ പ്രഗത്ഭരായ നേതാക്കന്മാര്, സഭാ നേതാക്കന്മാര്, പ്രഗത്ഭരായ, കേരളത്തില്, ലോകത്തിന്, മലയാളി പെന്തക്കോസ്തിന് പ്രഗത്ഭരായ നേതാക്കന്മാരെ സംഭാവന ചെയ്ത സഭയാണ്. അതുകൊണ്ട് ലീഡർഷിപ്പ് എക്യുപ്മെന്റ്സുമായി ബന്ധപ്പെട്ട്, നേതൃത്വ നൈപുണ്യ വികസനവുമായി ബന്ധപ്പെട്ട്, സ്കിൽ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട് നേതാക്കന്മാരെ സൃഷ്ടിക്കുന്നതിൽ, രണ്ടാം നിര നേതാക്കന്മാരെ സൃഷ്ടിക്കുന്നതിൽ, യുവജന നേതാക്കന്മാരെ ഉത്പാദിപ്പിക്കുന്നതിൽ ഒക്കെ വലിയ സംഭാവന ചെയ്ത ഒരു സഭയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. മറ്റൊന്ന് സബാൾട്ടൻ അപ്രൈസിംഗ് എന്ന നിലയിലാണ്. വിവിധ സാമൂഹ്യ വിഭാഗങ്ങളുടെ ഇടയിലേക്ക് ഈ സുവിശേഷത്തെ, പെന്തക്കോസ്ത് ആശയങ്ങളെ പ്രചരിപ്പിക്കുവാനും കഴിഞ്ഞെന്നുള്ളതാണ്. അത് ട്രൈബൽ മേഖലയിലേക്കാകട്ടെ, എക്സ്ട്രീം OBCയുടെ ഇടയിലേക്കാകട്ടെ, അത് ബാക്കിയൊരു കമ്മ്യൂണിറ്റിയുടെ ഇടയിലേക്കാകട്ടെ, വിവിധ ഗോത്രജനങ്ങളുടെ ഇടയിലേക്കാകട്ടെ, ദളിത് ആദിവാസി സമൂഹങ്ങളുടെ ഇടയിലേക്കാകട്ടെ, വിവിധ സാമൂഹ്യ വിഭാഗങ്ങളുടെ ഇടയിലേക്ക് ആശയപ്രചരണം നടത്താനും കൃത്യമായി ഇതിന് വലിയൊരു ജനകീയ മുന്നേറ്റമാക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള സബാൾട്ടൻ അപ്രൈസിംഗ് ആയി, ഒരു മുന്നേറ്റമായി ഇതിനെ മാറ്റാൻ, പ്രസ്ഥാനത്തെ, സഭയെ ജനകീയമാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയെ സംബന്ധിച്ച് പറയാനുള്ളത്. ആ സഭ അതിൻ്റെ ശതാബ്ദി കൺവെൻഷൻ ഈ വർഷം വിപുലമായ വിവിധ പരിപാടികളോടുകൂടി ആഘോഷിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, 53-ലെ പ്രശ്നവും പിന്നുണ്ടായ പിളർപ്പും 55-ൽ യോജിക്കുന്നു. 62-ലും 67-ലും ഉണ്ടായ പിളർപ്പുകൾ ഒക്കെ സഭയെ പുറകോട്ടടിക്കുകയാണ് ചെയ്തത്. പക്ഷേ സഭയെ നശിപ്പിക്കാനോ, സഭയുടെ മിഷൻ പ്രവർത്തനങ്ങളെയോ, അതിന്റെ വളർച്ചയോ, ഇന്ത്യ പെന്തക്കോസ്ത് ദൈവത്തെ തകർക്കാനോ, ഈ പിളർപ്പുകൾക്കോ വിഭാഗിത പ്രവർത്തനങ്ങൾക്കോ കഴിഞ്ഞില്ല എന്നുള്ള വലിയ പാഠം തന്നെയാണ്. അതുകൊണ്ട് ഒരു തരത്തിലുള്ള രാഷ്ട്രീയ അതിപ്രസരങ്ങൾക്കും വിഭാഗിതകൾക്കും സഭയെ പിളർത്താനോ തടസ്സപ്പെടുത്താനോ കഴിയയില്ല. സഭ ശക്തമായി മുന്നോട്ട് പോകും. ഇതര പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങളും ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയോട് ചേർന്ന് നിന്നുകൊണ്ട് ഒരുമിച്ചുള്ള സഹവർത്തിത്വത്തോടുകൂടിയാണ് ഇന്ത്യയിൽ മിഷൻ പ്രവർത്തനങ്ങളും പെന്തക്കോസ്ത് ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ ഏകോദര സഹോദരങ്ങളെ പോലെ, ഒരു നൂലിൽ കോർത്ത മുത്തുകളെ പോലെ, ഒരു തണ്ടിൽ വിരിഞ്ഞ പുഷ്പത്തെ പോലെ, ഒരു കല്ലിൽ കൊത്തിയ ശില്പത്തെ പോലെ ഈ മുഖ്യധാര സഭകളെല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്.
ആ പ്രവർത്തനങ്ങൾക്കും മുന്നേറ്റങ്ങൾക്കും ശതാബ്ദി ആഘോഷവും അതിൻ്റെ ആശയപ്രചരണങ്ങളും കൂടുതലായി പ്രചോദനം നൽകും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ആ പ്രവർത്തനങ്ങൾക്കും കൺവെൻഷനും എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഈ വർത്തമാനം അവസാനിപ്പിക്കുന്നു.